വിനായക ചതുർത്ഥി ദിവസം ഏറെ തിരക്കുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ഗണപതിയുടെ പ്രധാന വഴിപാടാണ് മോദകവും ഉണ്ണിയപ്പവും. ഈ ഉണ്ണിയപ്പത്തിന് വിൽപ്പനയിലും മോദക വിൽപ്പനയിലുമാണ് ഇപ്പോൾ ഒരു ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഈ വാർഡ് മെമ്പർ, ഈ ഒരു പ്രദേശം, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിലെ വാർഡ് മെമ്പർ വിശദീകരിക്കും. എന്താണ് ഇവിടെ സംഭവിച്ചത്? രാവിലെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കൗണ്ടറിൽ അവിടെ വന്നത് തൊഴാൻ നിന്ന സമയത്ത് വെളിയിൽ നല്ലൊരു ആൾക്കൂട്ടത്തെ കണ്ടു. നമ്മുടെ അമ്പലത്തിന് വെളിയിൽ നല്ല രീതിയിലൊരു ആൾക്കൂട്ടം ഒരു പേപ്പറും കൊണ്ട് അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ചെന്ന് കണ്ടപ്പോൾ ചാക്ക് കണക്കിന് ഉണ്ണിയപ്പം വെളിയിൽ നമ്മുടെ അമ്പലത്തിൻ്റെ നടയറിയാതെ വെളിയിൽ ഒരു ബിസിനസ്സിൻ്റെ കണക്കാണ് ഉണ്ണിയപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടുകാരായ കുറേ ആളുകളും നമ്മുടെ കുറേ ഹിന്ദു പ്രവർത്തകരും ചേർന്ന് തടയുകയും അവിടെ ഇരുന്ന ഉണ്ണിയപ്പം, ചാക്കുകളിലിരുന്ന ഉണ്ണിയപ്പം നമ്മൾ അമ്പലത്തിനകത്ത് ആക്കുകയും ചെയ്തു. അകത്താക്കിയിട്ട് ദേവസ്വം വിജിലൻസിനെ അറിയിച്ച് ദേവസ്വം വിജിലൻസ് വന്ന് വിജിലൻസിൻ്റെ കാവലോട് കൂടിയാണ് ഇപ്പം ഉണ്ണിയപ്പവും മോദകം ഇവിടെ കൊടുക്കുന്നത്. ഇത് നമുക്കിവിടെ കൊട്ടാരക്കര മഹാക്ഷേത്രത്തിൽ നാട്ടുകാരില്ലാതെ ദേവസ്വം ബോർഡ് എന്ത് അനാവസ്ഥയും അവരെന്ത് തോന്നിവാസവും കാണിക്കാവുന്ന രീതിയിലുള്ള അവസ്ഥയിലാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം വന്നിരിക്കുന്നത്. അതിനെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാരെന്നുള്ള രീതിയിലും വാർഡ് കൗൺസിൽ എന്ന രീതിയിലും ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഒരു വിൽപ്പന എങ്ങനെയായിരുന്നു നടത്തിയത്? ഇതിൻ്റെ വില എങ്ങനെയാണ്? കൗണ്ടറിൽ നമ്മുടെ മോദകത്തിന് നമുക്ക് വില 30 രൂപയാണ് വില. ഉണ്ണിയപ്പത്തിൻ്റെ വില 40 രൂപ. അതിൽ 22 രൂപ ഉണ്ടാക്കുന്ന കരാറുകാരനും 18 രൂപ ദേവസ്വം ബോർഡിനാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇപ്പം മോദകത്തിന് 20 രൂപ കരാറുകാരനും 10 രൂപ ദേവസ്വം ബോർഡിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വെളിയിൽ 30 രൂപയ്ക്ക് അകത്ത് 30 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മോദകം വെളിയിൽ 40 രൂപയ്ക്ക് ബൾക്കായിട്ട് ഇന്നലെ തലേന്ന് തന്നെ പൈസ വാങ്ങിച്ച് വെച്ചിട്ട് ആ ഡയറിയിൽ എഴുതി വെച്ചിട്ട് പൈസ വാങ്ങിച്ച് വെച്ചിട്ട് പിറ്റേന്ന് വന്ന് ആളുകൾക്ക് ബൾക്കായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ദേവസ്വം ബോർഡ് കാഴ്ചക്കാരായിട്ട് നോക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിനെ നമ്മൾ അറിയിക്കുമ്പോഴാണ് അവർ അറിയുന്നത് ഇങ്ങനെ കച്ചവടം നടക്കുന്നത്. അവർ ദേവസ്വം ബോർഡിൻ്റെ ഒത്താശയോട് കൂടിയാണോ കച്ചവടം നടക്കുന്നതെന്ന് നമുക്ക് സംശയിച്ചുകൊണ്ടിരിക്കും. മുൻപും ഈ കീഴ്ശാന്തി അല്ലെങ്കിൽ ഇത്തരം ക്രമക്കേട് നടത്തിയ കീഴ്ശാന്തി നടപടി നേരിട്ട ഒരു വ്യക്തി കൂടിയാണെന്ന് അറിയാൻ സാധിച്ചു. അതിനെക്കുറിച്ച് അറിയുമോ? അതെ, ഏകദേശം ഒരു 3 മാസം മുമ്പ് നമ്മുടെ ഇത് അഴിമതി ഇവിടെ ഉണ്ണിയപ്പം നട അറിയാതെ അദ്ദേഹം ബ്ലാക്കിൽ കൊടുത്ത സമയത്ത് ദേവസ്വം സ്റ്റേറ്റ് വിജിലൻസ് വന്ന് പിടികൂടുകയും 13,000 രൂപ അദ്ദേഹത്തിൽ നിന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിന് ഒരു നിയമപരമായ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല.